എഫെസ്യർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അവസാനത്തെ അധ്യായം, 6-ാം അധ്യായം. നമ്മൾ 10 മുതലുള്ള വാക്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. അവിടെ കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടേണ്ടതിൻ്റെ ആവശ്യവും അതുപോലെ തന്നെ അതിന് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പോരാട്ടം നടത്തി നമുക്ക് വിജയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ആ പോരാട്ടം ആരോടാണ്, ആരോടല്ല എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല, എന്ന് വെച്ചാൽ ജഡരക്തങ്ങളോടല്ല, മറിച്ച് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടാണ്, വാഴ്ചകളോടാണ്, അധികാരങ്ങളോടാണ്, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടാണ്. അപ്പോൾ പിശാചും ഒരു പൈശാചിക വൃന്ദവും ഉൾപ്പെടുന്ന ഒരു സംവിധാനം ഈ ലോകത്തിലുണ്ട്. അവരോടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പോരാട്ടം എന്നാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ പോരാട്ടത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്നാണ് നമുക്ക് 13 മുതലുള്ള ചില വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിപ്പിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. അപ്പോൾ പിശാചിനോടുള്ള മനുഷ്യൻ്റെ പോരാട്ടത്തിന് ഒരു ആയുധം ആവശ്യമാണ്. സർവായുധവർഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോരാട്ടത്തിൽ ഒരു പട്ടാളക്കാരൻ്റെ ഒരു വേഷവിധാനത്തോടും ആയുധത്തോടും ഉള്ള ഒരു താരതമ്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. എന്താണ് എന്ന് ഈ സർവായുധവർഗത്തെ പരിശോധിച്ചാൽ നമുക്ക് 7 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഈ 7 കാര്യങ്ങളിൽ 6 കാര്യങ്ങളും സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ആക്രമണത്തിന് കേവലം ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ അർത്ഥം നമ്മുടെ ആക്രമണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആക്രമണത്തിന് നമുക്ക് പ്രാപ്തരാകണമെങ്കിൽ നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടതിൻ്റെ വലിയ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഉത്തരവാദിത്വം നമ്മളുടെ മേലുണ്ട് എന്നുള്ളതാണ്. നമ്മളെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. നമുക്കറിയാം, ഒരു പട്ടാളക്കാരൻ തൻ്റെ ആരോഗ്യത്തെ സൂക്ഷിച്ച് തൻ്റെ ജീവനെ നിലനിർത്തിയാൽ മാത്രമേ എതിരാളികളോടുള്ള പടവെട്ടൽ സാധിക്കുകയുള്ളൂ. ക്രിസ്തീയ ജീവിതത്തിലും അതുതന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് 14 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. 13-ാമത്തെ വാക്യത്തിൽ ദുർദിവസത്തിൽ എതിർപ്പാനും, ദുർദിവസം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് പ്രതികൂലമായി വരുന്ന ദിവസത്തിൽ, അല്ലെങ്കിൽ പിശാച് നമ്മെ വീഴിക്കുവാനായിട്ട് ശ്രമിച്ച് അങ്ങനെ നാം വീണു പോകുവാനായിട്ട് സാധ്യതയുള്ള ആ ഒരു ദിവസം, അതാണ് ദുർദിവസം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നാം വീണു പോകാൻ ഒരു പക്ഷേ സാധ്യതയുള്ള നിലയിൽ ആക്രമണം വരുന്നതായിട്ടുള്ള സമയത്ത് അവനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ, അതുപോലെ തന്നെ സകലവും സമാപിപ്പിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും, സമാപിപ്പിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന്. അപ്പോൾ എന്താണ് സമാപിപ്പിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്, ഉത്തരവാദിത്വങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് സമാപിപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതായത് അതൊക്കെ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. പൗലോസപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്നാണ്. അപ്പോൾ ഈ പോർ പൊരുതുക, ഓട്ടം തികയ്ക്കുക,
സകലവും സമാപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഓട്ടം തികയ്ക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ക്രിസ്തീയ ജീവിതത്തിൽ ഓടുന്ന ആളുകൾക്ക് മാത്രമാണ് ആ ഓട്ടം തികയ്ക്കുക എന്ന് പറയുന്നതായിട്ടുള്ള കാര്യം ഇരിക്കുന്നത്. ഓടാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യങ്ങളും ആരംഭിച്ചിട്ടില്ലാത്തവർക്ക് സമാപിപ്പിക്കുവാനായിട്ടൊന്നുമില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ആവശ്യമുള്ളതായ ഒരു ജീവിതമാണ്. എന്നാൽ പലപ്പോഴും അങ്ങനെ ഉള്ള ഒരു കാഴ്ചപ്പാട് വിശ്വാസികളുടെ ഇടയിൽ, വിശ്വാസികൾ എന്ന് പറയുന്നവരുടെ ഇടയിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എല്ലാവരും അവരവരുടെ ജീവന കാര്യങ്ങളിൽ ഇടപെട്ട് ഈ ലോകത്തിലെ ജീവിതത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് കേവലം ഏതെങ്കിലും ഒരു സഭയുടെ ഒരു മെമ്പർഷിപ്പ് അംഗത്വവും സൂക്ഷിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വക താല്പര്യവും ഭാരവും ഇല്ലാത്ത ഒരു ജീവിതമാണ് എല്ലാവർക്കുമുള്ളത്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളവും സകലവും സമാപിപ്പിക്കുവാനായിട്ടൊന്നുമില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധി നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനോട് എതിർത്ത് നിൽക്കുവാനായിട്ട് ഒരു ആത്മീകമായിട്ടുള്ള രീതിയുണ്ട്, ഒരു വശമുണ്ട്, ഒരു വഴിയുണ്ട്. എന്നാൽ ജഡികമായിട്ടുള്ള ഒരു വഴിയുമുണ്ട്. അപ്പോൾ ഇവിടെ ദുർദിവസത്തിൽ അതിനെ അതിജീവിക്കുവാൻ, എതിർത്ത് നിൽക്കുവാൻ, ഉറച്ചു നിൽക്കുവാൻ ആത്മീയമായിട്ടുള്ള വഴിയാണ് ദൈവമക്കൾക്ക് എപ്പോഴും ഭൂഷണമായിട്ടുള്ളത്. അത് മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇത് രണ്ടും സാധിക്കണമെങ്കിൽ നാം ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. എല്ലാ ആയുധവും വേണം. ഇതിൽ താഴേക്ക് പറയുന്നതായിട്ടുള്ള 7 ആയുധങ്ങളിൽ ഏതെങ്കിലും ചിലത് എടുക്കാം, ചിലത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശമില്ല. സർവായുധ വർഗവും എടുക്കണം. എല്ലാ ആയുധവർഗവും നമുക്ക് ആവശ്യമാണ് എന്നാണ്. എന്തുകൊണ്ടാണ് ഈ എല്ലാ ആയുധവർഗവും ആവശ്യമായിരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം, പിശാചിനും ഒരു ആയുധവർഗമുണ്ട്. പിശാചിൻ്റെ ആയുധങ്ങൾ ഒന്നല്ല. അതിനെക്കുറിച്ച് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യം, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അപ്പോൾ പിശാചിനും ഒരു ആയുധവർഗമുണ്ട്. എന്നാൽ എന്തൊക്കെയാണ് ആയുധവർഗം എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് വിശദീകരണം തന്നിട്ടില്ല. ദൈവത്തിൻ്റെ സർവായുധ വർഗത്തെക്കുറിച്ച് നമുക്കൊരു വിശദീകരണമുണ്ട്. 7 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ പിശാചിൻ്റെ ആയുധവർഗം എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് അങ്ങനെ കൃത്യമായി പറഞ്ഞിട്ടില്ല. എന്നാൽ നമുക്കറിയാം, പിശാചിൻ്റെ ആയുധങ്ങൾ എന്ന് പറയുന്നത് നാനാവിധമാണ്. അത് നമ്മുടെ ജീവിതത്തെ ആകമാനം നമ്മെ തെറ്റിക്കുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പരിപാടികളും പിശാചിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ പിശാചിനൊരു ആയുധവർഗമുണ്ട്. ആ പിശാചിൻ്റെ ആയുധവർഗത്തോട് പോരാടണമെങ്കിൽ ദൈവത്തിൻ്റെ ആയുധവർഗം നാം എടുക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ ആയുധവർഗത്തിന് ബദലായിട്ടാണ് പലപ്പോഴും പിശാചിൻ്റെ ആയുധവർഗം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധത്തിൽ പിശാചിനെ തോൽപ്പിച്ച് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഈ പറഞ്ഞതായിട്ടുള്ള എല്ലാ ആയുധങ്ങളും എടുക്കേണ്ടത് ആവശ്യമാണ്. ഈ ആയുധവർഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് 7 കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ചിലർ അതിനെ 6 എന്നും പറയാറുണ്ട്. 7-ാമത്തെ കാര്യം പ്രാർത്ഥനയാണ്. അതിനെ ഒരു ആയുധവർഗം എന്നുള്ള നിലയിൽ കണക്കാക്കുന്നവരും കണക്കാക്കാത്തവരുമുണ്ട്. ഞാനത് അതിൻ്റെ ആയുധവർഗത്തിൽ പെടുന്ന കാര്യമാണ് എന്നാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതിന് കാരണവുമുണ്ട്. അപ്പോൾ ഇവിടെ
സകലതും സമാപിപ്പിക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വവും ദുർദിവസത്തിൽ ആത്മീയമായിട്ടുള്ള രീതിയിൽ എതിർത്ത് നിൽക്കുവാനും നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നാം സർവായുധവർഗം എടുക്കണം. 14-ാമത്തെ വാക്യം മുതൽ പിന്നെ ഈ ആയുധവർഗം എന്തൊക്കെയാണ് എന്നുള്ള വിശദീകരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും. അരയ്ക്ക് സത്യം കെട്ടണം. ഇവിടെ ഒരു പടയാളിയുടെ വേഷവിധാനങ്ങളും ഒക്കെയാണ് പൗലോസപ്പോസ്തലന്റെ മനസ്സിലുള്ളത് എന്നുള്ളത് നമുക്ക് കാണാം. അരയ്ക്ക് സത്യം കെട്ടുക. അരയ്ക്ക് പടയാളികൾക്കൊരു ബെൽറ്റുണ്ട്. ആ ബെൽറ്റിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് പലതുണ്ട്. ഒന്നാമത് തൻ്റെ വസ്ത്രം മിക്കവാറും നല്ല ശക്തിയുള്ള ഒരു വസ്ത്രമാണ്. ആ വസ്ത്രം ശരീരത്തോട് ചേർത്ത് ബന്ധിച്ച് നിർത്തുന്നത് ബെൽറ്റാണ്. അതുകൂടാതെ വാളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ബെൽറ്റിലാണ് സാധാരണ വയ്ക്കാറുള്ളത്. അപ്പോൾ ഈ ബെൽറ്റ് എന്ന് പറയുന്ന ഒരു പടയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അരയ്ക്ക് സത്യം കെട്ടണം. സത്യം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു പടയാളിയുടെ ബെൽറ്റ് എന്ന പോലെ ധരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സത്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങൾ പറയാറുണ്ട്. പ്രധാനമായിട്ടും സത്യമെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ വചനമാണ് എന്ന് ഉള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അല്ല എങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് എന്നും പറയാറുണ്ട്. എന്നാൽ വചനം എന്ന് നമുക്കിവിടെ പറയാനായിട്ട് കഴിയില്ല. കാരണം വചനം എന്ന ആത്മാവിൻ്റെ വാൾ എന്ന് പ്രത്യേകിച്ച് അതിന് ശേഷം പറയുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടെ സത്യം കെട്ടുക എന്ന് പറയുന്നത് വചനത്തെക്കുറിച്ചല്ല എന്ന് നമുക്ക് സാമാന്യമായി ചിന്തിക്കാം. ഇത് പ്രായോഗിക ജീവിതത്തിലെ നമ്മുടെ സത്യസന്ധതയാണ്. യാഥാർത്ഥ്യത്തോടുള്ള നമ്മുടെ സത്യസന്ധമായിട്ടുള്ള ഇടപാടുകളും നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധി ആണ്. ഈ സത്യവും നീതിയും എന്ന് പറയുന്നത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലെ നമ്മുടെ സത്യവും നീതിയുമായിട്ടുള്ള ജീവിതമാണ് എന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് ന്യായമായിട്ടും ചിന്തിക്കാനായിട്ട് കഴിയുന്നത്. ഈ നീതി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിച്ചതായിട്ടുള്ള നീതിയാണ് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ നമുക്കറിയാം രക്ഷ എന്ന ശിരസ്ത്രം എന്ന് നമ്മൾ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. രക്ഷ എന്ന് പറയുന്നത് നീതീകരണവും രക്ഷയും, അങ്ങനെ നീതീകരണത്തിൻ്റെ ബാക്കിയായിട്ടാണ്, അല്ലെങ്കിൽ രക്ഷയുടെ ആദ്യത്തെ പടിയാണ് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ആ നീതീകരണവും കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള നീതീകരണം എന്ന് പറയുന്നത് അവിടെ ഈ രക്ഷയിൽ അത് ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് എന്നുള്ളതുകൊണ്ട് ഇവിടെ നീതി എന്ന കവചം എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന നീതീകരണമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നാം പുലർത്തേണ്ടുന്നതായിട്ടുള്ള നീതിബോധവും അതുപോലെ തന്നെ സത്യസന്ധതയുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഇന്ന് ഏറെ ആളുകളുടെ ഇടയിൽ കുറവുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കാര്യങ്ങളാണ് ഈ സത്യസന്ധത, അല്ലെങ്കിൽ വിശ്വസ്തത, നീതിബോധം എന്നൊക്കെ പറയുന്നത്. ഓരോരുത്തരും അവനവൻ്റേതായിട്ടുള്ള ചില നീതിബോധങ്ങളും ഒരുപക്ഷെ സത്യം, നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത എന്ന് പറയുന്നത് ഇന്ന് ആളുകൾക്ക് വാക്കിലും പ്രവൃത്തിയിലും ഒന്നും അതത്ര വലിയ ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യം ആയിട്ട് ആളുകൾ കാണുന്നില്ല. പ്രധാനമായിട്ടും ഇന്ന് വിശ്വാസ ലോകത്ത് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതായ പ്രക്രിയ, അതായത് വിശ്വാസത്താലുള്ള നീതീകരണവും പിന്നീട് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിട്ടുള്ള രക്ഷയും, അതോടുകൂടി ആളുകൾ എല്ലാ കാര്യങ്ങളും അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ആളുകൾക്ക് കാര്യമായിട്ടുള്ള ചിന്തയൊന്നുമില്ല. വലിയ കുഴപ്പമൊന്നുമില്ലാതെ, വലിയ ദോഷമൊന്നും ആർക്കും ചെയ്യാതെ പരമാവധി ഒരു നല്ല പിള്ളയായിട്ട് അങ്ങനെ ജീവിച്ചാൽ മതി, അത്രയൊക്കെ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു
കാഴ്ചപ്പാടാണ് ഇന്ന് ക്രിസ്തീയ സമൂഹം പകർന്നു കൊടുക്കുന്നത്. അതുമാത്രമല്ല, അങ്ങനെ പകർന്നു കൊടുക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിലും അത്രയൊക്കെ കാണുവാനായിട്ട് കഴിയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ നീതിബോധവും സത്യസന്ധതയും എന്ന് പറയുന്നത് ആളുകൾ അത് അവരുടെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു കാലഘട്ടമാണിത്. അതൊന്നും ആവശ്യമില്ല. അതൊന്നും അങ്ങനെ അങ്ങനെ ജീവിക്കാൻ കഴിയുന്നതായിട്ടുള്ളൊരു കാര്യമല്ല. അതിൻ്റെ ആവശ്യവുമില്ല. ആരൊക്കെയാണ് അങ്ങനെ ജീവിക്കുന്നത് എന്നുള്ളതായ ഒരു ചിന്തയാണ്. നമുക്കറിയാമല്ലോ, കൊർന്നേലിയോസ് എന്നുള്ള മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ താൻ നീതിമാനായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബൈബിളിൽ അദ്ദേഹത്തെക്കുറിച്ച് നീതിമാനായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അത് തൻ്റെ സാമൂഹിക ജീവിതത്തിൽ, തൻ്റെ കുടുംബത്തിലും തൻ്റെ സമൂഹത്തിലും തൻ്റെ ജോലിസ്ഥലത്തുമൊക്കെ താൻ പുലർത്തിയതായിട്ടുള്ള നിഷ്കളങ്കത, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇയ്യോബിനെ കുറിച്ച് നീതിമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബൈബിളിൽ പലരെക്കുറിച്ചും അങ്ങനെ നീതിമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മനുഷ്യരുടെ അപ്രകാരമുള്ള നീതിയൊന്നും മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കാൻ പ്രാപ്തമല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗമരണത്തിലുള്ള വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന, ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള നീതീകരണം മാത്രമാണ് ദൈവത്തോട് നമ്മെ നിരപ്പിക്കുവാനായിട്ട് പ്രാപ്തമാവുകയുള്ളൂ. എന്നാൽ മനുഷ്യൻ്റെ തലത്തിൽ, മനുഷ്യ ജീവിതത്തിൻ്റെ തലത്തിൽ ഒരു പ്രായോഗിക നീതി ജീവിതം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ആ ഒരു സത്യസന്ധതയും നീതിബോധവും നമ്മളുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമുക്ക് ഈ ക്രിസ്തീയ ജീവിതത്തിൽ, ഈ പോരാട്ടത്തിൽ, ഈ വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനയോടുമൊക്കെയുള്ള പോരാട്ടത്തിൽ നമുക്ക് വിജയിക്കുവാനായിട്ട് കഴിയില്ല. നീതി എന്ന് പറയുന്നതിനെ കുറിച്ച് അത് കവചമാണ്. കവചം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ശരീരത്തിൻ്റെ അതായത് നമ്മുടെ നെഞ്ച് ഭാഗം, അതിനുള്ളിലാണ് നമ്മുടെ ശ്വാസകോശം, കരള്, അതുപോലെ തന്നെ ഹൃദയം, ഇതെല്ലാം സുപ്രധാനമായിട്ടുള്ള അവയവങ്ങളൊക്കെ ഇരിക്കുന്നത് നമ്മുടെ നെഞ്ചിൻകൂടിനകത്താണ്. അതിനെ സംരക്ഷിക്കുന്നതായിട്ടുള്ള ഒരു പടയാളി അണിയുന്നതായിട്ടുള്ളൊരു കാര്യമാണ് ഈ കവചം എന്ന് പറയുന്നത്, ബ്രസ്റ്റ് പ്ലേറ്റ്, കവചം എന്ന് പറയുന്നത്. അപ്പോൾ നാം ഈ നീതിബോധമില്ലാതെയും സത്യസന്ധതയും ഇല്ലാതെയും ഒക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ ശത്രുവിന് നമ്മെ പരാജയപ്പെടുത്തുവാനും തോൽപ്പിക്കുവാനും നമുക്ക് സാധിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. വളരെ എളുപ്പത്തിൽ സാധിക്കും. നമുക്കറിയാമല്ലോ, യാതൊരു നീതിബോധവും ഇല്ലാത്ത, സത്യസന്ധതയും ഇല്ലാത്തതായിട്ടുള്ള ഒരാൾ യഥാർത്ഥത്തിൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ ഒരു യോഗ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ, ഒരു പുതിയ സൃഷ്ടിയായി തീർന്നാൽ, അദ്ദേഹത്തെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നതായിട്ടുള്ള ആളുകളിൽ ഈ നീതിബോധവും സത്യസന്ധതയും ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാത്തതായിട്ടുള്ള ആളുകൾ ദൈവമക്കളായിട്ട് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. ഈ പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നാം നീതിബോധമില്ലാതെയും സത്യസന്ധതയില്ലാതെയുമുള്ള, അതായത് ഒരു വിശുദ്ധ ജീവിതം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നാം പിശാചുമായിട്ട് കൂട്ടുകൂടുന്നു എന്നാണ്. കാരണം പിശാചാണ് അനീതിയും അസത്യവും അതിൻ്റെയൊക്കെ ഉപജ്ഞാതാവും അതിൻ്റെ നിറകുടവുമായിരിക്കുന്നത് പിശാചാണ്. അപ്പോൾ പിശാചിൻ്റെതായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ നാം നമ്മിൽ നിലനിർത്തുമ്പോൾ അല്ലെങ്കിൽ പുലർത്തുമ്പോൾ നാം കൂട്ടുകാരായി തീരുന്നത് യഥാർത്ഥത്തിൽ ഈ നമ്മളിതിനു മുമ്പ് വായിച്ചതുപോലെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾക്കും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടുമുള്ള കൂട്ടുകെട്ടാണ്. അവനോട് എതിർത്ത് നിൽക്കുക, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അതുപോലെ തന്നെ അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. പിശാച് തന്ത്രങ്ങളാണ് ഒരുക്കി വയ്ക്കുന്നത്. അവൻ്റെ ആയുധവർഗത്തിൽ ധാരാളം തന്ത്രങ്ങളുണ്ട്. നമ്മുടെ കണ്ണിനെ എങ്ങനെ സ്വാധീനിക്കാം എന്നുള്ളത് പിശാചിനുള്ള ഭംഗിയായിട്ട് അറിയാം. അതുകൊണ്ട്
കൺമോഹത്തിലേക്ക് നമ്മളെ നയിക്കാനായിട്ട് ഇന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ ധാരാളം കാര്യങ്ങൾ ഉണ്ട്. നമ്മുടെ വീട്ടിലിരുന്നാലും നമ്മുടെ മൊബൈലിൽ ഇന്ന് അങ്ങനെ നമ്മുടെ കണ്ണുകളെ മോഹിപ്പിക്കുന്നതായിട്ടുള്ള ഈ ലോകത്തിലെ മോഹങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നതായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. പണ്ട് അതൊക്കെ ഒരുപക്ഷെ ഒരു മാർക്കറ്റിലോ അല്ലെങ്കിൽ പൊതുസ്ഥലത്തോ പോകണമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ കൈവെള്ളയിലിരിക്കുന്നത് പിശാച് നമ്മെ സ്വാധീനിക്കാൻ കഴിയുന്നതായ, മോഹിപ്പിക്കുവാൻ കഴിയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെവി എന്നുള്ളത് പോലെ തന്നെ ഈ ലോകത്തിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ പിശാച് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവനത് ഓഫർ ചെയ്യുമ്പോൾ നമുക്ക് വലിയ നന്മയായിട്ടാണ് അത് തരുന്നത് എന്നുള്ള നിലയിലാണ് നമ്മളുടെ അടുക്കിലേക്ക് വരുന്നത്. അങ്ങനെ തന്നെയാണ് പിശാചിൻ്റെ തന്ത്രം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ദോഷം വരുമെന്ന് പറഞ്ഞുകൊണ്ട് പിശാച് ഒരിക്കലും നമ്മെ സമീപിക്കുകയില്ല. നിങ്ങൾക്ക് ഏറ്റവും വലിയ നന്മ, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ നന്മ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള ഒരു ഉപദേശത്തോടെ അല്ലെങ്കിൽ വാഗ്ദത്തത്തോടു കൂടിയാണ് പിശാച് വരുന്നത്. എന്നാൽ പിശാച് നമുക്ക് തരുന്നത് ഏറ്റവും നല്ലത് നമുക്ക് വാഗ്ദത്തം ചെയ്യുകയും, എന്നാൽ ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും മോശമാണ് യഥാർത്ഥത്തിൽ പിശാച് കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം ഏറ്റവും നല്ലത് വാഗ്ദത്തം ചെയ്ത് ഏറ്റവും മോശം കൊടുക്കുന്ന പരിപാടിയാണ് പിശാച് ഈ ലോകത്തിൽ ചെയ്യുന്നത്. എന്നാൽ ദൈവം നമുക്ക് ഈ ലോകത്തിൽ നിന്ദയും പരിഹാസവും കഷ്ടതയും വേദനയും ഒക്കെയാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. എന്നാൽ ആത്യന്തികമായിട്ട് ഏറ്റവും വലിയ നന്മയാണ് ദൈവം നമുക്ക് ഇതിലൂടെയൊക്കെ കടത്തിവിട്ട് നമുക്ക് നൽകുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് വാഗ്ദത്തം ചെയ്ത് ഏറ്റവും മോശം, നിത്യമായിട്ടുള്ള മോശവും പിശാചും ഈ ലോകത്തിൽ താൽക്കാലികമായിട്ടുള്ള കഷ്ടങ്ങളിലൂടെ കടത്തിവിട്ട് ഏറ്റവും വലിയ നന്മ നിത്യതയിൽ നമ്മുടെ ദൈവവും നമുക്ക് നൽകുന്നു എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ സത്യം നമ്മുടെ അരയ്ക്ക് കെട്ടി നീതി എന്ന കവചം ധരിച്ചില്ല എങ്കിൽ ഈ ക്രിസ്തീയ ജീവിതത്തിലെ പോരാട്ടം എന്ന് പറയുന്നത് നമുക്ക് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നും പോരാട്ടം അസാധ്യമാണെന്ന് മാത്രമല്ല, നാം ശത്രുവിൻ്റെ ആക്രമണത്തിൽ തകർന്നടിയുവാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ശത്രുവിൻ്റെ ആക്രമണത്തിൽ നാം തകർന്നടിയുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മളുടെ ഏറ്റവും പ്രാധാന്യമുള്ള അവയവങ്ങൾ പിശാചിനെ എളുപ്പത്തിൽ ആക്രമിക്കാൻ കഴിയുന്ന നിലയിൽ നാം തുറന്നിട്ടിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, സത്യവും നീതിയും നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും അതിന് നാം എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? അതിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്തീയ ജീവിതം അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ആളുകൾ വ്യാജം പറയുന്നതിനും അത് കാണിക്കുന്നതിനും ചെയ്യുന്നതിനുമൊന്നും യാതൊരു വക ഭയവുമില്ല ആളുകളുടെ ജീവിതത്തിൽ. പ്രത്യേകിച്ച് വിശ്വാസികൾ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിലും അത് അങ്ങനെ തന്നെ ഇരിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഒരു സത്യസന്ധനായിട്ടുള്ള മനുഷ്യനെന്ന് ഇന്ന് വിശ്വാസികളെ കുറിച്ച് പലപ്പോഴും ലോകത്ത് ഒരു പേരില്ല. മറിച്ച് വിശ്വാസികളാണ് എങ്കിൽ അല്ലെങ്കിൽ പൊതുവെ പെന്തക്കോസുകാരെന്ന് അറിയപ്പെടുന്നത് പൗരോഹിത്യ സഭകളിൽ പെടാത്തതായിട്ടുള്ള ആളുകളെ പൊതുവിൽ ആളുകൾ പറയുന്നത് പെന്തക്കോസുകാരെന്നാണ്. അപ്പോൾ പെന്തക്കോസുകാരാണെങ്കിൽ അവരോട് ഇടപെടാനായിട്ട് സൂക്ഷിക്കണം, അവര് ഇടപെടാൻ കൊള്ളാത്ത ആളുകളാണ് എന്ന് പല ആളുകളും പല കാലഘട്ടങ്ങളിലും അങ്ങനെ പറഞ്ഞ് ധാരാളം നമ്മൾ കേൾക്കുന്നതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അത് എന്താണ് അങ്ങനെ ഒരു മൂല്യച്യുതി വന്നത് എന്ന് നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പണ്ട് കാലത്തൊക്കെ ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യയിലേക്ക് വരുന്ന ആളുകളെ കസ്റ്റംസിൽ ആളുകൾ നോക്കും. ആഭരണം ധരിക്കാത്തതായിട്ടുള്ള ആളുകൾ ആണെങ്കിൽ അവർ പെന്തക്കോസുകാരാണ്, അവർ സ്വർണ്ണമൊന്നും കള്ളക്കടത്ത് കൊണ്ടുവരികയില്ല എന്നുള്ള ഒരു വിശ്വാസം ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായിരുന്നു. അപ്പോൾ പെന്തക്കോസുകാർ സത്യസന്ധരാണ്, അവരങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ളതൊന്നും ചെയ്യുകയില്ല എന്നുള്ള ഒരു പേര് പൊതുവിൽ ഈ പെന്തക്കോസുകാർക്കുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെയും ഈ കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ട് എല്ലാ വിധത്തിലുമുള്ള അന്യായങ്ങളും അതിക്രമങ്ങളും സമൂഹത്തിൽ ഏതെല്ലാം തിന്മകളുണ്ടോ അതെല്ലാം ഇന്ന് വിശ്വാസികൾ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം.
അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരമായിട്ടുള്ള വിശുദ്ധി, വേർപാട്, സത്യസന്ധത, നീതിബോധം, അത് ക്രിസ്തീയ ജീവിതത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ശത്രുവായിരിക്കുന്ന, ഏറ്റവും വലിയ എന്നുള്ളതല്ല, മനുഷ്യരാരും നമ്മുടെ ശത്രുക്കളല്ലല്ലോ, നമ്മളുടെ ശത്രുവായിരിക്കുന്ന പിശാചിനോടുള്ള പോരാട്ടത്തിൽ നമ്മെ വിജയിപ്പിക്കുവാൻ അങ്ങനെയുള്ള സത്യസന്ധരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നമുക്ക് വിജയിക്കുവാനായിട്ട് കഴിയുകയില്ല. അവരെ ക്രിസ്ത്യ ജീവിതത്തിൽ പരാജയപ്പെടുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. നാം ഇന്ന് ക്രിസ്തീയ ലോകത്ത് യഥാർത്ഥത്തിൽ പരാജിതരുടെ ഒരു കൂട്ടത്തെയാണ് കാണുന്നത്. വിജയിക്കുന്നവരുടെ കൂട്ടം ഒരുപക്ഷെ അതൊക്കെ ഒരു ചരിത്രമായിട്ട് മാറിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. അതൊക്കെ ഒരു ചരിത്രമാണ്. ഒരുപക്ഷെ ഒരു കാലത്ത് സത്യസന്ധരായി നിന്നതായ ഭക്തന്മാരായിട്ടുള്ള ആളുകളുടെ ജീവചരിത്രങ്ങൾ നമുക്കിന്ന് വായിക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെ സത്യസന്ധതയോടുകൂടി ജീവിക്കുന്ന വിശ്വാസികളുടെ ജീവചരിത്രം എഴുതുവാനായിട്ട് ഇനിയുള്ള തലമുറയ്ക്ക് എത്രത്തോളം കഴിയുമെന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ഒരു പിശാചിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കർത്താവിന് പ്രിയരായി ജീവിക്കുവാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ സർവായുധവർഗം നാം ധരിക്കേണ്ടത് ആവശ്യമാണ്. അതിൽ ഈ പറഞ്ഞ സത്യവും നീതിയും അത് നമ്മുടെ ബെൽറ്റും അതുപോലെ തന്നെ കവചവുമായി നമ്മെ സൂക്ഷിക്കുന്ന ആയുധവർഗങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ നില എവിടെയാണ്? നാം എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ സത്യസന്ധതയും നീതിബോധവും നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നമ്മുടെ കാഴ്ചപ്പാടുകളിലും എവിടെയാണ് ഉള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ നമുക്ക് വരുത്താൻ സർവ്വശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.